ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോടുള്ള ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് എങ്ങനെയാണ്, അവരുടെ ഒരു പ്രസൻറ്റ് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഒരു കറൻറ്റ് എനർജി എങ്ങനെയാണ് എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ടൈംലെസ് ആണോ ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ നമ്മുടെ സ്പ്രെഡിൽ ആദ്യമേ തന്നെ നിങ്ങളുടെ ഒരു എനർജി എങ്ങനെയാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, നിങ്ങളുടെ എനർജിയിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഫ്ലക്ച്വേഷൻ നടക്കുന്നുണ്ട്. അതായത് ചില സമയത്ത് നിങ്ങൾ വളരെയധികം ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച്, അതിൻ്റെ ഒരു ഫ്യൂച്ചറെ കുറിച്ച് ഓർത്ത് നല്ല രീതിയിൽ പ്രത്യാശയോടെ മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറെ കുറിച്ച് ഓർത്ത് ആങ്സൈറ്റി ഉണ്ട്, ബുദ്ധിമുട്ടുകൾ, സ്ട്രെസ്സ്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതായത് രണ്ട് മാനസികാവസ്ഥയിലൂടെയും നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു പരിധിവരെ നിങ്ങളുടെ വിഷമങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്ട്രെസ്സ്, ആങ്സൈറ്റി എല്ലാം കുറയ്ക്കാനായിട്ട് നിങ്ങൾ ചിലപ്പോൾ ശ്രമിക്കുന്നുണ്ടാവും. അതിൽ നിന്നെല്ലാം പുറത്ത് കിടക്കണം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാലും വീണ്ടും നിങ്ങൾ അനാവശ്യമായിട്ട് അതിനകത്ത് തന്നെ വന്ന് പെടുക. അതേസമയം എവിടെയോ നിങ്ങളുടെ മനസ്സിനകത്ത് ഒരു ശുഭാപ്തി വിശ്വാസമുണ്ട്, എല്ലാ കാര്യങ്ങളും ശരിയാവും, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു പ്രോപ്പർ പ്ലേസിലേക്ക് എത്തും എന്നുള്ള ആ ഒരു വിശ്വാസവും നിങ്ങൾക്കുണ്ട്. അപ്പോൾ ആ ഒരു ഡബിൾ മൈൻഡ് എനർജി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എങ്കിലും ബേസിക്കലി നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ അത്രയേറെ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ് എന്നുള്ളത് പറയാം. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. പുതിയൊരു കാൽവെപ്പ് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് സംഭവിക്കാൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന ഒരു പേഴ്സണൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധം പൂർവാധികം ശക്തമായിട്ടൊന്ന് മുന്നോട്ട് പോയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് ഒരു നേട്ടങ്ങളോ അല്ലെങ്കിൽ വേറെ ചില ഓഫേഴ്സോ കാര്യങ്ങളോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ പോലും അതിനകത്തൊക്കെ നിങ്ങൾ അത്രമേലൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ടാവില്ല. കാരണം നിങ്ങളുടെ ഒരു ഫോക്കസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ജീവൻ എന്ന് പറയുന്നത് ഇവിടെ കിടക്കുകയാണ്. സോ വേറെ പല കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു സന്തോഷമോ കാര്യങ്ങളൊന്നും ആസ്വദിക്കാൻ കഴിയാത്തൊരവസ്ഥ. കാരണം നമുക്ക് വേണ്ടപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നടന്നു കിട്ടാനായിട്ട് കാത്തിരിക്കുമ്പോൾ അതിന് പകരമായിട്ട് എന്ത് കിട്ടിക്കഴിഞ്ഞാലും ഒരു സംതൃപ്തി ഇല്ലാത്തൊരവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് അത്രയും വാല്യുബിൾ ആണ്. നിങ്ങൾ ആ ഒരു നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ആ ഒരു ലവ് എനർജിയാണ് വന്നിരിക്കുന്നത്. അത്രയേറെ നിങ്ങളുടെ മനസ്സിനകത്ത് ഈ ഒരു റിലേഷൻഷിപ്പിനും ഈ ഒരു വ്യക്തിക്കും പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. ലൈഫിൽ വേറെയും പല സംഗതികളുണ്ട് നമുക്ക്, പക്ഷെ അതിനേക്കാളെല്ലാം നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ ഒരു കാര്യത്തിനാണെന്നുള്ളതാണ് ഇവിടെ നമുക്ക് നിങ്ങളുടെ എനർജി ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴുള്ള ഒരു എനർജി, സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു വ്യക്തി അത്യാവശ്യം ഒരു മുറിവേറ്റ രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ആ ഒരു പേഴ്സൻ്റെ ലൈഫിൽ കുറച്ചധികം ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, അല്ലാന്നുണ്ടെങ്കിൽ വിശ്വാസവഞ്ചന അനുഭവിച്ചിരിക്കുന്ന ഒരു സമയം, ഇങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനിലൂടെ ആയിരിക്കും ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാനസികമായിട്ട് ഇപ്പം നമുക്കിവിടെ കാണാം, ആ ഒരു ബാക്ക് സ്റ്റാബിങ് എനർജി പോലെ തന്നെ വീണെടുത്ത് നിന്ന് എണീക്കാൻ കുറച്ച് പാടുപെടുന്ന ഒരു പേഴ്സണാണ്. അല്ലെങ്കിൽ എന്തൊക്കെയോ ദുരനുഭവങ്ങൾ ആ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് വളരെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്പ്രെഡ് കൂടുതലായിട്ടും റെസനേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് പീരീഡിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് തന്നെയായിരിക്കണം. കാരണം ഇവിടെ നിങ്ങളെപ്പോലെ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ന്യൂ സ്റ്റാർട്ട് അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ്ങിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. സോ ഒന്നില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ സെപ്പറേഷനിലായി പോയിട്ടുള്ള വ്യക്തികൾ, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ബ്രേക്കപ്പ് പറഞ്ഞ് നിർത്തിപ്പോയിട്ടുള്ള വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ സൈലൻ്റ് ആയിട്ട് പോയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു ന്യൂ ബിഗിനിങ് ഈ ഒരു വ്യക്തിയുടെ മനസ്സിലും തീർച്ചയായിട്ടും ഉള്ളതായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രതീക്ഷ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എനർജി ഒരു അപ്പ് ആൻഡ് ഡൗൺ രീതിയിൽ, നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ആങ്സൈറ്റി അങ്ങനെയുള്ള ഫിയർ കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട് എന്നുള്ളത്. അതേസമയം ഈ ഒരു പേഴ്സൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴുള്ള സിറ്റുവേഷൻ ഒരു മാറ്റം വരും എന്ന് ഉറച്ചു പ്രതീക്ഷിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും.
അതായത് ഇവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇത് തീർച്ചയായിട്ടും നല്ല രീതിയിൽ കൊണ്ടുപോകണം അല്ലെങ്കിൽ കൊണ്ടെത്തിക്കണം എന്ന് വളരെ സ്ട്രോങ് ആയിട്ട് വിചാരിക്കുന്ന ഒരു പേഴ്സണാണ്. അതുകൊണ്ട് തന്നെ അത്രയധികം ഒരു കൺഫ്യൂഷൻ ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തില്ല എന്നുള്ളത് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ മിസ് ചെയ്യുന്ന, നിങ്ങളുടെ ഒരുപാട് മെമ്മറീസ് സൂക്ഷിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇവർ വളരെയധികം ആലോചിച്ച് വളരെ പ്രാക്ടിക്കലായിട്ട് നിങ്ങളിലേക്ക് വരണം, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ സ്റ്റഡി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ കുറച്ച് സമയം എടുത്താലും വേണ്ടില്ല, എല്ലാം നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് നിങ്ങളിലേക്ക് വരണം എന്നാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. ഒരു പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഇപ്പോഴുള്ളൊരു സാഹചര്യം കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കും ഈ ഒരു വ്യക്തി അങ്ങനെ ഒരു നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് വരണം എന്ന് തന്നെ ചിന്തിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹം അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻസ്, അറ്റാച്ച്മെൻ്റ് എല്ലാം അറിയുന്ന ഒരു വ്യക്തി തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവരുടെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിച്ചിരുന്നൊരു പേഴ്സൺ ആയിരിക്കാം, ഇവർ ഒരുപാട് പാമ്പർ ചെയ്ത് കൊണ്ടു നടന്നിരുന്നൊരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കും ഇവർക്കൊരു അഡ്വൈസ് കൊടുത്തിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം. ഇനി ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പല രീതിയിലുള്ള ഹെൽപ്പുകൾ, ഫിനാൻഷ്യലി ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ മറ്റു പല കാര്യങ്ങളിലും ഇവർ ഒരുപാട് സപ്പോർട്ട് ചെയ്ത, ഇവരുടെ ലൈഫിൽ ഇവർക്ക് നല്ലത് വരണം എന്ന് വിചാരിച്ച് എല്ലാ കാര്യത്തിനും വളരെയധികം ഒരു സ്ട്രെങ്ത് ആയിട്ട് കൂടെ നിന്നൊരു വ്യക്തിയായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് അവരിപ്പോൾ നിങ്ങളെ കാണുന്നത്. അത് മാത്രമല്ല, അവരിപ്പോഴുള്ള ഒരു സാഹചര്യം ഏതാണോ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴവരെ ബുദ്ധിമുട്ടിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്ന് തീർച്ചയായിട്ടും ഇറങ്ങിപ്പോകണം, അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്ത് പോകണം എന്ന് തന്നെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. മൂവ് ഓൺ ചെയ്ത് നിങ്ങളിലേക്ക് വരണം എന്നാണ് ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ചിന്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയിൽ സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷനുള്ള വ്യക്തികൾ തന്നെയായിരിക്കാം. കാരണം ഇവിടെ നമുക്ക് കാണാം, ഇപ്പോഴും ഈ ഒരു പേഴ്സൺ ആ ഒരു തേർഡ് പാർട്ടി എനർജിയോടൊപ്പം അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് തന്നെ മാനസികമായിട്ട് അറിയുന്ന ഒരു കാര്യമാണ്, നിങ്ങളിവർ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് അകന്ന് നിൽക്കുകയാണ്, നിങ്ങൾക്ക് അർഹിക്കുന്ന യാതൊരു പരിഗണനയും തരുന്നില്ല, പകരം മറ്റൊരു കാര്യത്തിലാണ് അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങോട്ടേക്കാണ് അവർക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നത് എന്ന് നല്ല രീതിയിൽ തന്നെ ഈ ഒരു പേഴ്സൺ അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ അവരുടെ ഒരു സാഹചര്യത്തിൽ അവരതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പാസ്റ്റിലെ കാര്യങ്ങൾ നമുക്കറിയില്ല, ചിലപ്പോൾ പാസ്റ്റിൽ ഈ ഒരു പേഴ്സൺ തന്നെ സ്വയം തിരഞ്ഞെടുത്ത് പോയ വഴിയായിരിക്കാം അത്, അല്ലെങ്കിൽ അവരുടെ സാഹചര്യം അത്തരത്തിലായതുകൊണ്ട് നിർബന്ധപൂർവ്വം അവിടെ നിന്ന് പോയതായിരിക്കാം. പാസ്റ്റിനെ കുറിച്ച് നമ്മൾ നോക്കാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ പ്രസൻ്റ്ലി ഈ ഒരു പേഴ്സൺ ആ ഒരു സാഹചര്യം ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്താണോ, ഇപ്പോഴുള്ള ആ ഒരു എനർജി എന്താണോ, അതിൽ നിന്ന് പുറത്തേക്ക് കടക്കണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് റിഗ്രറ്റ് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് അവർ ചിലപ്പോൾ നിങ്ങളോട് കാണിച്ചിട്ടുള്ളത് അത്രയും മോശമായിട്ടുള്ളൊരു ബിഹേവിയർ ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളെപ്പോലെ ഇപ്പോൾ അവർ തന്നെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അത്രയും അവരെ മോട്ടിവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പേഴ്സണോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം, ഒട്ടും ഒരു നീതിപൂർവമായ കാര്യമായിരിക്കില്ല ഈ ഒരു പേഴ്സൺ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി മാനസികമായിട്ട് നിങ്ങളോട് അപ്പോളജൈസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളോട് കാണിച്ച ആ ഒരു പ്രവൃത്തി ശരിയല്ല എന്നുള്ള ആ ഒരു റിഗ്രറ്റ് മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്, അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ഒരു ഫീലിങ്ങിൽ നമുക്കിതെല്ലാം നല്ല രീതിയിൽ തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് കാണുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ നമ്മൾ ആദ്യമേ പറഞ്ഞു, ഇവരുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ലതല്ല, വീണ്ടെടുത്ത് നിന്ന് എണീക്കാൻ ശ്രമിക്കുന്ന ഒരു പേഴ്സണാണ് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി എനർജിയിൽ നിന്ന് തന്നെ ആയിരിക്കാം ഇവർക്ക് വിപരീതമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ഇവർക്ക് ഇങ്ങനെയുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി എനർജിയുടെ സപ്പോർട്ട് ചിലപ്പോൾ ഇവർക്ക് കിട്ടിയിട്ടുണ്ടാവണമെന്നില്ല. ചിലപ്പോൾ ചില വ്യക്തികൾ, ചില തേർഡ് പാർട്ടി എനർജി, ഒരു റിലേഷൻഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാര്യസാധ്യത്തിനായിട്ട് മാത്രം വരുന്ന വ്യക്തികളുണ്ട്. ചിലപ്പോൾ ഫിനാൻഷ്യൽ അബണ്ടൻസ് കണ്ടിട്ട് വരുന്ന പേഴ്സൺസ് ഉണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള പല കാര്യങ്ങളിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ തട്ടുകടോ വരുമ്പോൾ അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ കാണുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതേപടി പോകുന്ന വ്യക്തികളുണ്ട്. അല്ലെങ്കിൽ ആദ്യത്തെ ആ ഒരു പെരുമാറ്റം അല്ലെങ്കിൽ ആ ഒരു ബിഹേവിയർ എല്ലാം ഇവർക്ക് എന്തെങ്കിലും ഒരു ഡൗൺഫോൾ വരുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി മാറിപ്പോകുന്ന പേഴ്സൺസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടായിരിക്കും, അതായത് ഈ ഒരു പേഴ്സൺ ആ ഒരു തേർഡ് പാർട്ടി എനർജിയെക്കുറിച്ച് ഇപ്പോൾ നല്ല രീതിയിലുള്ള ഒരു ധാരണയുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഇൻ ബിറ്റ്വീനായിട്ട് തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നത് ആരാണോ ആ ഒരു പേഴ്സണോട് ചിലപ്പോൾ നേരത്തെ വളരെയധികം അറ്റാച്ച്മെൻറ്റ് മാനസികമായിട്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു പേഴ്സൺ അങ്ങനെയുള്ള ഒരു അറ്റാച്ച്മെൻറ്റോ കാര്യങ്ങളോ അവിടെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർ ഇപ്പോൾ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വാല്യൂ ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. അവർ ആ ഒരു തേർഡ് പാർട്ടിയുടെ പിടിയിലായിരുന്നെങ്കിലും മാനസികമായിട്ട് അതിൽ നിന്ന് ആ ഒരു പേഴ്സൺ ഇറങ്ങി പോന്നിട്ടുണ്ട്. ഫിസിക്കലി ഈ ഒരു പേഴ്സണ് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും മാനസികമായിട്ട് അവർ ഇറങ്ങി പോന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു അറ്റാച്ച്മെൻറ്റ് അവിടെ ഇല്ലാത്തത്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണെ നല്ല രീതിയിലല്ല ഇവരിപ്പോൾ നോക്കി കാണുന്നത്. മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെയോ രീതിയിൽ ഈ ഒരു പേഴ്സൺ ഒരു ഫിയർ ഉണ്ട് ഈ ഒരു തേർഡ് പാർട്ടി എനർജിയോട്.
ഒരു പക്ഷേ ചിലപ്പോൾ ഇവരുടെ ഒരു ഫാമിലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മേ ബി അതുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ മറ്റൊരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും അതിനുള്ളൊരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു തേർഡ് പാർട്ടി എനർജി ആയിട്ട് നിങ്ങൾക്കിടയിൽ നിൽക്കുന്ന ആ ഒരു വ്യക്തിയോട് തീർച്ചയായിട്ടും ഇവർക്കൊരു ഭയമുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് ഇപ്പോഴും അവർ ആ ഒരു തേർഡ് പാർട്ടി എനർജിയോടൊപ്പം ഉണ്ട്. ഒരു ഈക്വൽ കോൺട്രിബ്യൂഷൻ നിങ്ങൾക്ക് തരുന്നില്ല. തേർഡ് പാർട്ടി എനർജിയോടൊപ്പമാണ് നിലനിന്ന് പോകുന്നതെങ്കിൽ പോലും അവിടെ യാതൊരു അറ്റാച്ച്മെൻറ്റും ഇല്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. മാനസികമായിട്ട് യാതൊരു അടുപ്പം ഇല്ല എന്നുള്ളത് മാത്രമല്ല, വേണമെങ്കിൽ അവർ ചീറ്റ് ചെയ്യാൻ പോലും ഈ ഒരു പേഴ്സണ് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കാരണം അവിടെ ഒരു അറ്റാച്ച്മെൻറ്റോ കാര്യങ്ങളോ ഈ ഒരു പേഴ്സൺ ഇല്ല. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ എനർജി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി ഏത് വിധേനയും ഈ ഒരു റിലേഷൻഷിപ്പ് ഞാൻ തിരിച്ചു പിടിക്കും, എനിക്ക് നഷ്ടപ്പെടുത്തി കളയാൻ സാധിക്കില്ല എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സണാണ്. കാരണം ഇവർ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ വിക്ടറി ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആ ഒരു ഡിവൈൻ ഫെമിനിൻ, ഡിവൈൻ മെസ്കുലിൻ എനർജീസ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും അത്രമേൽ നിങ്ങളോട് ഒരു ആത്മബന്ധം തോന്നുന്ന ഒരു ടൈം പീരീഡ് കൂടിയാണ്. മേ ബി യൂണിവേഴ്സായിട്ടായിരിക്കാം ചില കാര്യങ്ങൾ ഈ ഒരു പേഴ്സണ് വിസിബിൾ ആക്കി കൊടുത്തത്. അല്ലെങ്കിൽ ചില ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ ആര് സപ്പോർട്ട് ചെയ്തു, അല്ലെങ്കിൽ ഈ ബുദ്ധിമുട്ടുകൾ വരുത്തിയത് ആരാണ് ഒഴിവാക്കിയത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു പേഴ്സണെ തിരിച്ചറിയാനുള്ളൊരു അവസരം കൊടുത്തത് തന്നെ ചിലപ്പോൾ യൂണിവേഴ്സിൻ്റെ ഇടപെടലുള്ളത് കൊണ്ടായിരിക്കും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു തേർഡ് പാർട്ടി എനർജിയെ കുറിച്ച് അവർക്കൊരു ഫിയർ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഒരുപക്ഷെ ഈ ഒരു തേർഡ് പാർട്ടി അറിയാതെയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളിലേക്ക് വരണമെന്ന് ഇവർ ചിന്തിക്കുന്നുണ്ട്. ആ ഒരു തേർഡ് പാർട്ടീനെ ഓവർകം ചെയ്യാനുള്ള ഒരു ഗഡ്സ് ചിലപ്പോൾ ഇവർക്ക് ഇല്ലാത്തത് കൊണ്ടായിരിക്കും അറിയാതെ അല്ലെങ്കിൽ അവരെ ഒളിച്ചാണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരണം എന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പം നിങ്ങളുമായിട്ട് മൂവ് ഓൺ ചെയ്ത് പോകണം എന്നവർ ആഗ്രഹിക്കുന്ന ഒരു എനർജി തന്നെയാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഒരു എനർജി പ്രകാരം ഇനിയിപ്പോൾ നിങ്ങൾ തമ്മിൽ വഴക്കിട്ട് പോയ സമയത്ത് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ സൈലൻ്റ് ആയിട്ട് പോയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് യാതൊരു മോശമായിട്ടുള്ളൊരു വിചാരങ്ങളോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു പേഴ്സണില്ല. അല്ലെങ്കിൽ നിങ്ങളൊരു തരത്തിലും ബ്ലെയിം ചെയ്യാത്തൊരു എനർജി തന്നെയാണ്. ഈ ഒരു വ്യക്തിക്ക് തെറ്റുപറ്റിപ്പോയി അല്ലെങ്കിൽ അങ്ങനെ ഞാൻ ചെയ്യേണ്ടിയില്ലായിരുന്നു, അത് മോശമായിപ്പോയി എന്ന് ചിന്തിക്കുന്ന ആ ഒരു റിഗ്രറ്റ് ഉള്ള ഒരു പേഴ്സൻ്റെ എനർജി തന്നെയാണ് നമുക്കിപ്പോൾ തീർച്ചയായിട്ടും കാണാനായിട്ട് സാധിക്കുന്നത്. ഒരുപക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി എനർജി പൂർണ്ണമായിട്ടും ഈ ഒരു പേഴ്സണ് വിട്ടുപോകാത്തതുകൊണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴും മാനസികമായിട്ട് ഇഷ്ടമല്ലെങ്കിൽ കൂടിയും ഫിസിക്കലി അതിനകത്ത് നിൽക്കേണ്ടി വരുന്നത് കൊണ്ടായിരിക്കാം നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഈ ഒരു വ്യക്തി നന്നായി പ്ലാൻ ചെയ്ത് ആലോചിച്ച് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റഡി ആയിട്ട് കൊണ്ടുപോകണം എന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കുറച്ച് നിങ്ങളിലേക്ക് വരാനാണെന്നുണ്ടെങ്കിലും ഒരു ജാള്യതയുള്ള ഒരു വ്യക്തി തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഒരു കപ്പ് ഓഫ് ലവ് നിങ്ങൾക്ക് ഓഫർ ചെയ്യണം, ന്യൂ ബിഗിനിങ് വേണം എന്നെല്ലാം ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരു ഹെസിറ്റേഷൻ ഉണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, ചിലപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ പ്രവൃത്തി ദോഷം കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളോട് കാണിച്ചിട്ടുള്ള ആറ്റിറ്റ്യൂഡ് കൊണ്ടോ ഒക്കെ ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് അങ്ങനെയില്ല. ഏത് വിധേനയും ഞാനിത് ശരിയാക്കി എടുക്കും അല്ലെങ്കിൽ തിരിച്ചു പിടിക്കും, ഏത് വളഞ്ഞ വഴിക്കാണെന്നുണ്ടെങ്കിലും എനിക്കിത് നേടിയെടുക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു എനർജിയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുടെ ഇപ്പോഴുള്ള ഇമോഷൻസിൽ നിങ്ങളോട് വളരെയധികം കണക്റ്റഡ് ആണ് ഈ ഒരു പേഴ്സൺ. അതുമാത്രമല്ല നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്ന, ഈ ഒരു റിലേഷൻഷിപ്പ് എനിക്ക് വേണം, നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സൺ എനർജി തന്നെയാണ്. പിന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നോ കോൺടാക്റ്റ് പീരീഡിലുള്ളവർക്കായിരിക്കും ഇത് കൂടുതൽ റെസനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ എനർജി നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴത്തെ നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷൻ ആൻഡ് ഫീലിങ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടേതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുമാത്രമല്ല ഈ ഒരു പേഴ്സൺ എത്രയും വേഗം നിങ്ങളിലേക്ക് വരാനായിട്ട് നിങ്ങളുടെ ഒരു നോ കോൺടാക്റ്റ് പീരീഡ് മാറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പ് പൂർവാധികം ശക്തമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യുക. തേർഡ് പാർട്ടി എനർജീസ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി റിമൂവലിനായിട്ട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.